പതാകയിൽ വീശിയ കുളിർക്കാറ്റേ, തീനാവുകളാൽ പറന്നിറങ്ങിയ ധീരോദാത്തതയേ, വരണേ തിരുസഭയിൽ ഇനിയും തീവിതറാ പുതിയൊരു അഭിഷേകം തരണേ പ്രേഷിതരിൽ. ആദിയുഷസ്സിൻ വിജയ പതാകയിൽ വീശിയ കുളിർക്കാറ്റേ, തീനാവുകളാൽ പറന്നിറങ്ങിയ ധീരോദാത്തതയേ, വരണേ തിരുസഭയിൽ ഇനിയും തീവിതറാ പുതിയൊരു അഭിഷേകം തരണേ പ്രേഷിതരിൽ. ഏകരക്ഷകനാമേശുവിനെ സധീരം പ്രഘോഷിപ്പാൻ പാവന റൂഹാ നീയരുളണമേ വീണ്ടും പെന്തക്കുസ്താ. അത്ഭുതങ്ങൾ അടയാളങ്ങൾ ഇന്നും സാക്ഷ്യം നൽകാൻ ദൈവപിതാവേ നീ പകരണമേ വീണ്ടും പെന്തക്കുസ്താ, വീണ്ടും പെന്തക്കുസ്താ. വീണ്ടും പെന്തക്കുസ്ത. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളുടെ മേൽ എല്ലാവരുടെ മേൽ ഇറങ്ങി വരട്ടെ എന്ന് അച്ഛൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു അഭിഷേകത്താൽ നിങ്ങളെല്ലാവരും നിറയപ്പെടട്ടെ. ഒരു പുതിയ പെന്തക്കോസ്തയിലേക്ക് നാം എല്ലാവരും വളരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഒരു ചേച്ചിക്ക് ലഭിച്ച പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തെക്കുറിച്ചാണ് ഞാൻ ആദ്യം പറയാൻ പോകുന്നത്. ഇത് 2013 കോഴിക്കോട് ടൗണിലെ ഒരു പള്ളിയിൽ ഞാൻ ശുശ്രൂഷ ആരംഭിച്ചപ്പോൾ സംഭവിച്ച ഒരു സാക്ഷ്യമാണ്. അവിടെ ആ ശുശ്രൂഷകൾ ആരംഭിച്ച് തുടങ്ങുന്ന ഒരു കാലഘട്ടമാണ്. രാവിലെ 10 മണിക്കാണ് ശുശ്രൂഷ ആരംഭിക്കുന്നത്. അതിനു മുൻപ് അനവധി പേര് വന്ന് പ്രാർത്ഥനാ സഹായം തേടുകയും കൈവെപ്പ് ശുശ്രൂഷ ചോദിക്കാറുമുണ്ട്. അങ്ങനെയുള്ള ഒരു ദിവസം ഒരു ചേച്ചി എന്നെ കാണാൻ വന്നു. ഈ ചേച്ചി എന്നോട് പറഞ്ഞു, അച്ഛാ, ഞാൻ മുംബൈയിൽ നിന്നാണ് വരുന്നത്. ഈ പ്രാർത്ഥനാ ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ വന്നത്. ഞാൻ വളരെ അത്ഭുതപ്പെട്ടു. ഞാൻ പറഞ്ഞു, ചേച്ചി, ഇത്രമാത്രം കഷ്ടപ്പെട്ട് അതിനുവേണ്ടി മാത്രം, ഈ പ്രാർത്ഥനയ്ക്ക് വേണ്ടി മാത്രം ബോംബെയിൽ നിന്ന് ഇവിടെ എത്താനായിട്ട് എന്താണ് ചേച്ചി പ്രാർത്ഥിക്കുന്നത്? അപ്പോൾ ചേച്ചി പറഞ്ഞു, അച്ഛാ, ഞാനൊരു ക്യാൻസർ രോഗിയാണ്. എൻ്റെ ഹൃദയത്തിനടുത്ത് എനിക്കൊരു സർജറി വേണം. എൻ്റെ പ്രശ്നം ഇതാണ്. ഡോക്ടർമാർ പരിശോധിച്ചപ്പോൾ അവിടെ ഒരു തരം ദുഷിച്ച ദ്രാവകം അല്ലെങ്കിൽ ദുഷിച്ച രക്തം, നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ, അവിടെ കെട്ടിക്കിടക്കുന്നു. അപ്പം അതുകൊണ്ട് ഡോക്ടർമാർക്ക് സർജറി ചെയ്യാൻ സാധിക്കുന്നില്ല. ആ ദുഷിച്ച ദ്രാവകം അവിടെ വറ്റിപ്പോയാൽ മാത്രമേ ഡോക്ടർമാർക്ക് സർജറി ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതിൻ്റെ മെഡിക്കൽ ടെർമിനോളജി എന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഇത്രയും ദൂരെ നിന്ന് യാത്ര ചെയ്ത് വന്നതുകൊണ്ട് ആ സഹോദരിയോട് ഞാൻ പറഞ്ഞു, ഇന്ന് ഞങ്ങളെല്ലാവരും ചേച്ചിക്ക് വേണ്ടിയായിരിക്കും പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ കൃത്യം 10 മണിക്ക് തന്നെ ദേവാലയത്തിനുള്ളിൽ
പ്രാർത്ഥനാ ശുശ്രൂഷ ആരംഭിച്ചു. ആദ്യത്തെ ഭാഗം പരിശുദ്ധാത്മാവിനോടുള്ള അഭിഷേക പ്രാർത്ഥനയാണ്. കം ഹോളി സ്പിരിറ്റ്, ദൈവത്തിൻ്റെ ആത്മാവേ ഞങ്ങളുടെ മേൽ എഴുന്നള്ളി വരണമേ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് കർത്താവിനെ സ്തുതിച്ചു കൊണ്ടിരിക്കുന്ന പ്രാർത്ഥനയാണ് അപ്പോൾ നടക്കുന്നത്. പെട്ടെന്ന് എനിക്കൊരു അഭിഷേകം കിട്ടി. ആ പാവപ്പെട്ട സഹോദരിയെ എല്ലാവരുടെയും മുൻപിൽ കൊണ്ടുവരിക. എന്നിട്ട് പള്ളിയിലുള്ള ആൾക്കാരോട് എല്ലാവരോടും 2 കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ആ പാവപ്പെട്ട സഹോദരിയുടെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് ഇറങ്ങി വരണമേ എന്ന് പ്രാർത്ഥിക്കാനായിട്ട് ആവശ്യപ്പെട്ടു. ഞാൻ ആൾക്കാരോട് പറഞ്ഞു, ഇതാ ബോംബെയിൽ നിന്ന് ഈ പ്രാർത്ഥനാ ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ വേണ്ടി മാത്രം വന്ന സഹോദരിയാണ്. നമുക്കെല്ലാവർക്കും പരിശുദ്ധാത്മാവ് അവരുടെ മേൽ ഇറങ്ങി വരുന്നതിന് വേണ്ടി കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവജനത്തിൻ്റെ അഭിഷേകത്തോടു കൂടിയുള്ള പ്രാർത്ഥന കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി, മുമ്പെങ്ങുമില്ലാത്ത തരത്തിലുള്ള നല്ലൊരു അഭിഷേകമായിരുന്നു അന്നത്തെ പ്രാർത്ഥനയ്ക്ക് ലഭിച്ചത്. അന്നത്തെ ശുശ്രൂഷകൾ കഴിഞ്ഞ് ഏകദേശം 1 മണിയായപ്പോൾ ശുശ്രൂഷകളൊക്കെ കഴിഞ്ഞ് ഞാൻ എൻ്റെ റൂമിലേക്ക് പോകുമ്പോൾ ഈ സഹോദരി ഓടി എൻ്റെ പിന്നാലെ വന്നു. അച്ഛാ, ദൈവജനം മുഴുവൻ പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ എനിക്കൊരു ദർശനമുണ്ടായി അച്ഛാ. ഞാൻ ചോദിച്ചു, എന്താണ് സഹോദരി ആ ദർശനം? ദർശനം ഇതാണ് അച്ഛാ, ഞാനിങ്ങനെ കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാനൊരു പ്രാവിൻ്റെ രൂപത്തെ കാണുകയാണ്. ഈ പ്രാവിൻ്റെ രൂപം എൻ്റെ തലയിലേക്ക് ഇറങ്ങി വന്ന് എൻ്റെ ഹൃദയത്തിനടുത്തേക്ക് ചെന്ന് ആ ദുഷിച്ച ദ്രാവകം കൊത്തി കൊത്തി കുടിക്കുന്നതായിട്ട് ഞാൻ കണ്ടു വച്ചാ. ഞാൻ പറഞ്ഞു, സഹോദരി, കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇത് ദൈവം നിങ്ങൾക്ക് തന്ന നല്ലൊരു അഭിഷേകമാണ്. ഇത്ര തീഷ്ണതയോടെ ദൈവജനം മുഴുവൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അവർക്ക് ആർക്കും നിങ്ങളെ പരിചയമില്ല. നിങ്ങളുടെ അവസ്ഥകൾ പറഞ്ഞപ്പോൾ ഇത്രയും ദൂരെ നിന്ന് യാത്ര ചെയ്ത് വരുന്നത് കൊണ്ട് ദൈവജനം മുഴുവൻ ഹൃദയം പൊട്ടിയാണ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചത്. അതുകൊണ്ട് ദൈവം തന്ന വലിയൊരു ദർശനമാണ്, വലിയൊരു അഭിഷേകമാണ്. അതിൽ വിശ്വസിച്ചുകൊണ്ട് സമാധാനത്തിൽ പോകുക. അവര് തിരിച്ച് ബോംബെയിലേക്ക് പോയി. ഒരു 3-4 ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഫോൺ ലഭിക്കുകയാണ്. വളരെയധികം ഉച്ചത്തില്, വലിയ കൃപയോടുകൂടി ഉച്ചത്തിൽ അവർ ടെലിഫോണിലൂടെ പറയുകയാണ്, അച്ഛാ, ഇത് ഞാനാണ്, ബോംബെയിൽ നിന്ന് വന്ന സഹോദരിയാണ്. അച്ഛാ, ഞാൻ അന്ന് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിന് വേണ്ടി എല്ലാവരും പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ പ്രാവിൻ്റെ രൂപത്തെ കണ്ടില്ലേ, അത് സത്യമായിട്ടും പരിശുദ്ധാത്മാവായിരുന്നു എന്ന് എനിക്ക് ബോധ്യമുണ്ട് അച്ഛാ. കാരണം ഞാൻ ഡോക്ടർമാരെ കണ്ട് വീണ്ടും സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ സർജറിക്ക് തടസ്സമായിട്ട് നിൽക്കുന്ന ആ ദുഷിച്ച രക്തത്തെ കാണുന്നില്ല അച്ഛാ. ഡോക്ടർമാർ അത്ഭുതപ്പെട്ടു പോയി അച്ഛാ. ഞാൻ വിശ്വസിക്കുന്നു അച്ഛാ, അത് പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ ഇറങ്ങി വന്നതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അച്ഛാ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത്തരത്തിലുള്ള വലിയൊരു അഭിഷേകമാണ് നടപടി പുസ്തകത്തിൽ പെന്തക്കോസ്താ ദിവസം പരിശുദ്ധാത്മാവ് സ്ലീഹന്മാരുടെ മേൽ അഗ്നിനാവിൻ്റെ രൂപത്തിൽ ഇറങ്ങി വന്ന് അവരെ ബലപ്പെടുത്തിയത്, അവരുടെ ആന്തരിക മുറിവുകൾ ഉണക്കിയത്, ഭയത്തിൻ്റെ ആത്മാവിനെ മാറ്റി ധൈര്യത്തിൻ്റെ ആത്മാവിനെ കൊടുത്തത്, അറിവില്ലായ്മയെ മാറ്റി അറിവിൻ്റെ ആത്മാവിനെ കൊടുത്തത്, മൂടപ്പെട്ടത് മാറ്റി വെളിപാടുകളുടെ ആത്മാവിനെ കൊടുത്തത്, ജ്ഞാനത്തിൻ്റെ ആത്മാവിനെ കൊടുത്തത്, പ്രവചനവരത്തിൻ്റെ ആത്മാവിനെ കൊടുത്തത്, ദർശനവരത്തിൻ്റെ ആത്മാവിനെ കൊടുത്തത്, രോഗശാന്തി വരത്തിൻ്റെ ആത്മാവിനെ കൊടുത്തത് പെന്തക്കോസ്തയിലൂടെ സ്ത്രീഹന്മാരുടെ മേൽ ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച
ആ സഹോദരി ടെലിഫോൺ അവസാനിപ്പിച്ചത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ്: അച്ഛാ, ഞാൻ പരിശുദ്ധാത്മാവിൽ വിശ്വസിക്കുന്നു, ഞാൻ പരിശുദ്ധാത്മാവിൽ വിശ്വസിക്കുന്നു. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 3-ാമത്തെ അധ്യായത്തിന്റെ ഹെഡിങ് ഞാൻ പരിശുദ്ധാത്മാവിൽ വിശ്വസിക്കുന്നു എന്നതാണ്. എന്താണ് ഞാൻ പരിശുദ്ധാത്മാവിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? കാറ്റഗിസം ഓഫ് ദ കാത്തലിക് ചർച്ച് 685 നമ്മളെ ഇങ്ങനെ പഠിപ്പിക്കുകയാണ്: പരിശുദ്ധാത്മാവിൽ വിശ്വസിക്കുക എന്നതിൻ്റെ അർത്ഥം പരിശുദ്ധാത്മാവ് പരിശുദ്ധ ത്രിത്വത്തിലെ ഒരു വ്യക്തിയാണെന്നും പിതാവിനോടും പുത്രനോടും ഏകസത്തയായ വ്യക്തിയാണെന്നും പിതാവിനോടും പുത്രനോടൊപ്പം ആരാധിക്കപ്പെടുന്നവനും മഹത്വീകരിക്കപ്പെടുന്നവനുമാണെന്ന് ഏറ്റുപറയുന്നതാണ് പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു എന്നതിൻ്റെ അർത്ഥം. പിതാവിനോടും പുത്രനോടൊപ്പം ഏകസത്തയായ പരിശുദ്ധാത്മാവ്, പിതാവിനോടും പുത്രനോടൊപ്പം ആരാധിക്കപ്പെടേണ്ടവനും മഹത്വപ്പെടേണ്ടവനുമായ പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. ഈ പരിശുദ്ധാത്മാവാണ് പ്രാവിൻ്റെ രൂപത്തിലും അഗ്നിനാവിൻ്റെ രൂപത്തിലുമെല്ലാം സുവിശേഷത്തില്, നടപടി പുസ്തകത്തില് ലോകത്തിൻ്റെ മേൽ ഇറങ്ങി വരുന്നത് നാം കാണുന്നത്. ഈ ഒരു പെന്തക്കോസ്ത അനുഭവത്തിലേക്കുള്ള ക്ഷണമാണ് പ്രിയപ്പെട്ടവരെ കത്തോലിക്ക സഭ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ മുൻപിൽ വയ്ക്കുന്നത്. എന്താണ് പെന്തക്കോസ്ത അഭിഷേകത്തിന്റെ പ്രത്യേകതകള്? ഒന്ന്, യേശുവിൻ്റെ വാഗ്ദാനത്തിൻ്റെ സാക്ഷാത്കാരമാണ് പെന്തക്കോസ്ത അഭിഷേകത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 21 മുതൽ 22 വരെ യേശു അവരോട് പറഞ്ഞു: നിങ്ങൾക്ക് സമാധാനം. പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. ഇത് പറഞ്ഞിട്ട് അവരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് അവരോട് അരുളി ചെയ്തു: നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. അപ്പോൾ പെന്തക്കോസ്ത അഭിഷേകം എന്ന് പറയുന്നത് യേശുവിൻ്റെ ഈ വാഗ്ദാനത്തിൻ്റെ പൂർത്തീകരണമാണ്. ഈശോ തൻ്റെ ദൗത്യം ശിഷ്യന്മാരെ ഏൽപ്പിക്കുകയാണ്. അതിന് അവർക്ക് ശക്തി കിട്ടാൻ വേണ്ടി ശിഷ്യന്മാരുടെ മേൽ നിശ്വസിച്ചുകൊണ്ടാണ് നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ എന്ന് യേശു അവരോട് കൽപ്പിക്കുന്നത്. ഈ നിശ്വസിക്കുന്നതിൻ്റെ ദൈവശാസ്ത്രം നാം മനസ്സിലാക്കണമെങ്കിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ 2-ാം അധ്യായം 7-ാം വാക്യത്തിന് നാം ധ്യാനിക്കണം. അവിടെ സൃഷ്ടാവായ ദൈവം ഭൂമിയിലെ പൂഴി കൊണ്ട് മനുഷ്യന് രൂപം കൊടുത്തതിന് ശേഷം അവൻ്റെ നാസാന്തരങ്ങളിലേക്ക് ഊതുകയാണ്, നിശ്വസിക്കുകയാണ് ചെയ്തത്. അങ്ങനെയാണ് മനുഷ്യന് ജീവനുണ്ടാകുന്നത്. പുതിയ നിയമത്തില് യേശുക്രിസ്തു പരിശുദ്ധാത്മാവിനെ നൽകാൻ വേണ്ടി ശിഷ്യന്മാരുടെ മേൽ നിശ്വസിക്കുകയാണ്. ഇതിലൂടെ മനുഷ്യന് ലഭിക്കുന്നത് ദൈവീക ജീവനാണ്, സ്വർഗത്തിൻ്റെ ജീവനാണ്. ഇതിലൂടെ ലഭിക്കുന്നത് സ്വർഗത്തിൻ്റെ വരങ്ങളാണ്, സ്വർഗത്തിൻ്റെ കൃപകളാണ്, സ്വർഗത്തിൻ്റെ ശക്തിയാണ്. ഈ അഭിഷേകത്തോടുകൂടി വേണം മനുഷ്യൻ ജീവിക്കാൻ എന്നുള്ളതാണ് യേശുവിൻ്റെ വാഗ്ദാനം. രണ്ടാമത്, സുവിശേഷങ്ങളുടെ അടിസ്ഥാനത്തില്, വചനത്തിൻ്റെ അടിസ്ഥാനത്തില് പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ ദാനമാണ്.
യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് ദൈവം നൽകിയ ദാനമാണ് എന്ന് പഠിപ്പിക്കുന്നത് വിശുദ്ധ പൗലോസാണ്. വിശുദ്ധ പൗലോസ് തൻ്റെ ലേഖനങ്ങളിലൂടെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമുക്ക് ലഭിക്കുന്നതിന് കൃപകൾ ലഭിക്കുന്നു എന്നാണ് പറയുന്നത്. കാരീസ് എന്ന് അദ്ദേഹം അതിനെ വിളിക്കുന്നു, അല്ലെങ്കിൽ കരീസ്മ. ദൈവത്തിൻ്റെ കൃപകള്, ദൈവത്തിൻ്റെ ദാനങ്ങള്, ദൈവത്തിൻ്റെ വരങ്ങള് എന്നെല്ലാം വിപുലമായ അർത്ഥത്തിൽ നമുക്കതിനെ വിളിക്കാൻ സാധിക്കും. വിശുദ്ധ പൗലോസ് പരിശുദ്ധാത്മാവിനെ ലഭിക്കുന്നത് 2 തരത്തിലൂടെയാണെന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ്. ഒന്ന്, പരിശുദ്ധാത്മാവ് ദൈവം നമുക്ക് നൽകുന്ന ദാനമായി നമ്മുടെ മേൽ എഴുന്നള്ളി വരുമ്പോൾ അത് നമ്മെ പാപത്തിൽ നിന്നും വിടുവിച്ചുകൊണ്ട് വിശുദ്ധിയിലേക്ക് വളർത്തുന്ന വിശുദ്ധീകരണത്തിൻ്റെ കൃപയായിട്ട് മാറുന്നു. അതാണ് പൗലോസ്ലീഹ പറയാറുള്ളത്, ഓരോ ക്രിസ്ത്യാനിയും വിളിക്കപ്പെട്ടിരിക്കുന്നത് വിശുദ്ധിയിലേക്കാണ്. അതായത് ദൈവത്തിനായി വേർതിരിക്കപ്പെട്ടവരാണ് ക്രിസ്ത്യാനികൾ എന്ന് പഠിപ്പിക്കാൻ വിശുദ്ധ പൗലോസ് ഉപയോഗിക്കുന്നത് പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ കൃപയാണ്. അത് വിശുദ്ധീകരണം, ഒരു ആത്മാവിനെ, ഒരു മനുഷ്യനെ വിശുദ്ധീകരിക്കുന്നതാണ് എന്ന് പഠിപ്പിക്കുകയാണ്. രണ്ടാമത്, വിശുദ്ധ പൗലോസ് ഈ ദൈവത്തിൻ്റെ കൃപയെ കരിസ്മാറ്റിക് വരങ്ങളുമായി ബന്ധപ്പെടുത്തുന്നു. ഒരാൾക്ക് പരിശുദ്ധാത്മാവിനെ ദാനമായി ലഭിച്ചു കഴിഞ്ഞാൽ അയാൾ കരിസ്മാറ്റിക് ശുശ്രൂഷ മേഖലകളിൽ വളർച്ച പ്രാപിക്കുന്നു. അവിടെ വരങ്ങളായ പ്രവചന വരങ്ങൾ ഉപയോഗിക്കുന്നു, വചനപ്രഘോഷണ വര ഉപയോഗിക്കുന്നു, ജ്ഞാനത്തിൻ്റെ വര ഉപയോഗിക്കുന്നു, അത്ഭുത പ്രവർത്തനത്തിൻ്റെ വര ഉപയോഗിക്കുന്നു, നന്മതിന്മകളെ തിരിച്ചറിയാനുള്ള വര ഉപയോഗിക്കുന്നു. അപ്പോൾ ശുശ്രൂഷ വരങ്ങളുമായി ഈ ദൈവത്തിൻ്റെ ദാനം നമ്മുടെ മേൽ എഴുന്നള്ളി വരുന്നതായിട്ട് പഠിപ്പിക്കുകയാണ്. ഇത് യഥാർത്ഥത്തിൽ സ്വർഗം നമുക്ക് നൽകുന്ന സമ്മാനമായിട്ടാണ് പെന്തക്കോസ്ത അഭിഷേകത്തെ, പെന്തക്കോസ്ത കൃപയെ നമുക്ക് കാണാൻ സാധിക്കുക. ഒരിക്കൽ ഒരു സന്യാസി ഇങ്ങനെ വഴിയിലൂടെ നടക്കുകയാണ്. പെട്ടെന്ന് വഴിയിൽ കിടന്ന് ഒരു പൊതി അയാൾക്ക് കിട്ടുകയാണ്. അപ്പോൾ വളരെ കാര്യത്തോടെ ആ പൊതി എടുത്ത് തുറന്ന് നോക്കുമ്പോൾ അതിനകത്ത് നല്ലൊരു തങ്ക കട്ടിയാണ്, സ്വർണം. ഇതിങ്ങനെ പൊതി അഴിച്ച് നോക്കുമ്പോൾ ഒരു വഴി പോക്കൻ അതിലൂടെ പോവുകയുണ്ടായി. ഇയാൾ ആ പൊതിയിലേക്ക് എത്തി നോക്കിയിട്ട് ആ സന്യാസിയോട് ചോദിച്ചു, സന്യാസി, ആ പൊതി എനിക്ക് നൽകാമോ? ഒരു മടിയും കൂടാതെ ആ സന്യാസി ആ പൊതി എടുത്ത് ആ മനുഷ്യന് കൊടുത്തു. ആ മനുഷ്യൻ അത് കിട്ടിയ പാടെ അതും പിടിച്ചുകൊണ്ടൊരൊറ്റ ഓട്ടമാണ്. ഓടുന്ന വഴിക്കാൾ ചിന്തിക്കുകയാണ്, ഞാൻ ഈ തങ്കം വിറ്റ് പറമ്പ് വാങ്ങിക്കും, വീട് വാങ്ങിക്കും, കാറ് വാങ്ങിക്കും, ഞാനിത് എൻ്റെ ജീവൻ പോയാലും ഇത് ഞാൻ കൈവെടിയുകയില്ല. അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് മനസ്സാക്ഷിയുടെ ഒരു കൊളുത്തിപ്പിടുത്തം. മനസ്സാക്ഷി പെട്ടെന്ന് അദ്ദേഹത്തെ പിടിച്ചു നിർത്തി. മനസ്സാക്ഷി അദ്ദേഹത്തോട് ചോദിച്ചു, യാതൊരു മടിയും കൂടാതെ ആ സന്യാസി ഈ പൊതി നിനക്ക് തന്നല്ലോ, നീ ആണെങ്കിൽ ജീവൻ പോയാലും അത് കൊടുക്കില്ല. എന്താണ് അതിൻ്റെ പ്രേരക ശക്തി? ഉടനെ പൊതി കിട്ടിയ മനുഷ്യൻ തിരിച്ചോടുകയാണ്. ഓടി അവിടെ ചെല്ലുമ്പോൾ സന്യാസി അങ്ങ് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ സന്യാസിയോട് ചോദിച്ചു, സന്യാസി ഒന്ന് നിൽക്കണമേ, ഞാൻ ചോദിച്ചപ്പോൾ തന്നെ നിങ്ങൾ ആ തങ്കക്കട്ടി, ആ സ്വർണം നിങ്ങൾ എനിക്ക് നൽകി, പക്ഷെ ഒരു കാര്യം നിങ്ങൾ എനിക്ക് നൽകിയില്ല. അപ്പോൾ ആ സന്യാസി ചോദിച്ചു, ഞാൻ എന്താണ് നിങ്ങൾക്ക് നൽകാതിരുന്നത്?
യാതൊരു മടിയും കൂടാതെ ഞാൻ ചോദിച്ചപ്പോൾ തന്നെ ആ പൊതി എനിക്ക് തരാനുണ്ടായ മനസ്സുണ്ടല്ലോ, ആ മനസ്സ് സന്യാസി നിങ്ങൾ എനിക്ക് തന്നില്ല. അപ്പോൾ ആ സന്യാസി പറഞ്ഞു, സഹോദര, അതെനിക്ക് തരാൻ സാധിക്കില്ല. അത് നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങാൻ സാധിക്കില്ല. അത് സ്വർഗത്തിൻ്റെ അഭിഷേകമാണ്, സ്വർഗത്തിൻ്റെ കൃപയാണ്, സ്വർഗത്തിൻ്റെ വരമാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ ദാനമാണ്. ദൈവം നമുക്ക് നൽകുന്ന അഭിഷേകമാണ്, ദൈവം നമുക്ക് നൽകുന്ന ശക്തിയാണ്. ഇനി പരിശുദ്ധാത്മാവ് എപ്രകാരമാണ് നമ്മൾ പ്രവർത്തിക്കുന്നതെന്ന് നമുക്കൊന്ന് ധ്യാനിക്കാം. ഒന്ന്, ഒരു മനുഷ്യൻ്റെ വചന ശുശ്രൂഷ ആരംഭിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തിലാണ്. ഒരു ക്രിസ്ത്യാനി, വരമുള്ള ക്രിസ്ത്യാനി ആകുന്നത് പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തിലാണ്. രണ്ട്, ദൈവിക പദ്ധതികളെ കുറിച്ചുള്ള ഒരു ക്രൈസ്തവന്റെ ബലതന്ത്രം, ഡൈനാമിക്സ് അല്ലെങ്കിൽ ചാലകശക്തി പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവില്ലെങ്കിൽ ചൂടോ തണുപ്പോ ഇല്ലാത്ത ക്രിസ്ത്യാനിയായി മാറും, മന്ദോഷ്ണതയുള്ള ക്രിസ്ത്യാനിയായി തീരും. അപ്പോൾ ഒരു ക്രിസ്ത്യാനിയെ ചലിപ്പിക്കുന്നത്, സാക്ഷ്യം നൽകാൻ പ്രേരിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമാണ്. മൂന്നാമത്തേത്, രക്ഷാകര ചരിത്രത്തിൻ്റെ രഹസ്യങ്ങള് നമുക്ക് വെളിപ്പെടുത്തി തരുന്നത് പരിശുദ്ധാത്മാവാണ്. പിതാവായ ദൈവം നിന്റെ പിതാവാണ്, രക്ഷകനായ ദൈവം നിന്റെ മിശിഹ കർത്താവായ യേശുക്രിസ്തുവാണ്. ആ ദൈവിക രഹസ്യങ്ങള്, പരിശുദ്ധ കുർബാനയുടെ രഹസ്യങ്ങള്, കുംഭസാരത്തിൻ്റെ രഹസ്യങ്ങള് നിനക്ക് വെളിപ്പെടുത്തി തരുന്നത് ദൈവത്തിൻ്റെ ആത്മാവാണ്. 4, വചനപ്രഘോഷണം ഫലദായകമാകണമെങ്കിൽ പരിശുദ്ധാത്മാവുണ്ടാകണം. പരിശുദ്ധാത്മാവില്ലാത്ത വചനപ്രഘോഷണങ്ങള് അതിന് ഒരർത്ഥവും ഉണ്ടാകില്ല, ഒരാത്മാവിനെ മാനസാന്തരപ്പെടുത്തില്ല. എന്നാൽ ഒരു പക്ഷേ നിന്റെ സ്വരം നല്ലതല്ലായിരിക്കാം, ഒരു പക്ഷേ നിന്റെ പാട്ട് നല്ലതല്ലായിരിക്കാം, എന്നാൽ ദൈവാത്മാവിനാലാണ് നീ പാടുന്നതെങ്കിൽ, ദൈവാത്മാവിലാണ് നീ പ്രസംഗിക്കുന്നതെങ്കിൽ, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞാണ് നീ നിന്റെ ശുശ്രൂഷ ചെയ്യുന്നതെങ്കിൽ അത് അനേക ഫലങ്ങൾ പുറപ്പെടുവിക്കും. 100, 60, 30 മേനി ഫലം പുറപ്പെടുവിക്കും. നമ്മുടെ സ്കൂളുകള്, നമ്മുടെ ആശുപത്രികള്, നമ്മുടെ ജീവിതങ്ങള് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞതാണെങ്കിൽ മാത്രമേ അത് ദൈവം ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഫലം പുറപ്പെടുവിക്കുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മളെക്കാൾ നന്നായി ഈ ശുശ്രൂഷകൾ ചെയ്യാൻ അക്രൈസ്തവരൊക്കെ ഉണ്ട് എന്ന കാര്യം നാം ഈ അവസരത്തിൽ ഓർക്കുന്നത് നല്ലതാണ്. ആയതിനാൽ നമ്മുടെ വചനപ്രഘോഷണങ്ങളും നമ്മുടെ സാക്ഷ്യങ്ങളുമെല്ലാം ഫലദായകമാകണമെങ്കിൽ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നതായി തീരണം. 5, ഒരു വചനപ്രഘോഷണത്തിലൂടെ കടന്നു വരുന്ന അടയാളങ്ങൾ, അത്ഭുതങ്ങള്, അതിൻ്റെ അർത്ഥങ്ങള് പരിശുദ്ധാത്മാവിലൂടെയാണ് വെളിപ്പെട്ട് ലഭിക്കുന്നത്. ഒരു വചനപ്രഘോഷണത്തിലൂടെ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ സത്യമായിട്ട് നടക്കുന്നുണ്ടെങ്കിൽ അത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണെന്നുള്ള തിരിച്ചറിവിലേക്കാണ് നമ്മെ നയിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ പുതിയൊരു അഭിഷേകത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു കാലഘട്ടമാണ്. പരിശുദ്ധാത്മാവിനെ ലഭിക്കാൻ പ്രാർത്ഥിക്കുന്ന ഒരു സമയമാണ്. നമുക്കിടെ ഹൃദയം തുറക്കപ്പെട്ട് എളിമപ്പെട്ടുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവേ ഞങ്ങളുടെ മേൽ എഴുന്നള്ളി വരണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈ ലോകം ശക്തി പ്രാപിക്കും, നമ്മുടെ കുടുംബ ശക്തി പ്രാപിക്കും, നമ്മുടെ ജീവിതം ശക്തി പ്രാപിക്കും. അത്തരത്തിൽ ദൈവാത്മാവിൻ്റെ അഭിഷേകത്താൽ നാം എല്ലാവരും നിറയട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ആത്മാവേ, ഞങ്ങളെ ഓരോരുത്തരും ബലപ്പെടുത്തണമേ, ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ഞങ്ങളുടെ മേലുള്ള എല്ലാ തിന്മകൾ, രോഗങ്ങൾ, അസ്വസ്ഥതകളെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ബഹിഷ്കരിക്കപ്പെടട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ
ആമേൻ.